നമസ്കാരം. ഞാൻ കോയമ്പത്തൂർ തിരുമൂലർ സിദ്ധർപീഠം ശിവരാജ യോഗി സംസാരിക്കുന്നു. അപ്പോൾ ഈ ചക്രാസ് ആൻഡ് അതിലുള്ള നടരാജർ ഫിലോസഫിയുമുള്ള കണക്ഷൻ, ശിവയോഗത്തിൽ നടരാജർ ഫിലോസഫി ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രാക്ടിക്കൽ ആക്ടിവേഷൻ ചക്രാസ് കൂടെ ചക്ര ആക്ടിവേഷൻ വഴി ചെയ്യാൻ പറ്റും. ശിവൻ എന്ന് പറയുന്നതാണ് രൂപം. അതിന് മറ്റേ പുലിത്തോല് ഇങ്ങനെ എല്ലാം ഇട്ടിട്ട് വരുന്ന അത് ശിവം എന്ന് പറയുന്നത് ടോട്ടൽ എനർജി, സമ്പൂർണ്ണ എനർജി, ഡിവൈൻ എനർജി, എല്ലാത്തിനെയും ടോട്ടലാണ്. അങ്ങനെ നടരാജ തത്വത്തിൽ 9 എനർജി ഫോംസ്, 9 എനർജി ഫോംസ് ഉണ്ട്. ആ എനർജി ഫോംസാണ് നവന്തരു ഭേദങ്ങൾ. 9 ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ശിവ, 9 ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ശിവ, എല്ലാം എനർജി ബോഡീസ്. പക്ഷേ അത് നമ്മൾ ഹിന്ദു മതത്തിൽ അതിന് പിക്ടോറിയലായിട്ട് ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അത് എന്തെന്ന് വെച്ചാൽ ഒരു സാധാരണ നിലയിലുള്ളവർക്ക് മനസ്സിലാക്കാനും അതിനെ അവർ വർഷിപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. യോഗ രീതിയിൽ വരുമ്പോൾ ആ എനർജിയെ ദേഹത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് യോഗം. ഊനിലും ഉയിരിലും ഉത്തമൻ കോയിൽ കൊണ്ടാൻ. നമ്മൾ പുറത്ത് ക്ഷേത്രം ഇരിക്കുന്ന മാതിരി ശിവയോഗയിൽ ആധാരങ്ങളിൽ ഈ ദൈവീക ശക്തിയെ നിലനിർത്തുന്നതാണ് ശിവയോഗം. അങ്ങനെ വരുമ്പോൾ ഈ നടരാജർ 9 ഫോം നവന്തരു ഭേദങ്ങളെ ആധാരങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പോൾ 9 ഭേദങ്ങൾ എന്തെന്ന് വെച്ചാൽ അത് ബ്രഹ്മ മൂലാധാരം, വിഷ്ണു സ്വാധിഷ്ഠാനം, രുദ്രർ മണിപൂരകം, അടുത്തത് മഹേശ്വരൻ എന്നൊരു ഇതുണ്ട്. മഹേശ്വരൻ ശിവൻ്റെ ഫാം, അത് അനാഹതത്തിൽ. അടുത്തത് സദാശിവൻ, അത് ശിവൻ്റെ ഹയ്യർ ഫാംസ്, അത് വിശുദ്ധിയിൽ. പിന്നെ ബിന്ദുനാഥം, അതായത് ആജ്ഞയിൽ സഹസ്രാരത്തിൽ ഒരു ബിന്ദുനാഥം, അതിൻ്റെ മുകളിൽ ഗുരുമണ്ഡല നിരായത്ത് പരബിന്ദു പരനാഥം. ഇങ്ങനെ 9 ഫാം ചേർന്നതാണ് നടരാജർ തത്വം. ഈ നടരാജരെ കുറിച്ച് ചിദംബരത്തിൽ പോയാൽ അറിയാം. ചിദംബരത്തിൽ നടരാജർ വിഗ്രഹമായിരിക്കും. അത് ലെവൽ 1, ശരിയ ലെവൽ, അതായത് രൂപ വഴിപാട് അതിൻ്റെ പേര്. അതും അതിൽ തത്വങ്ങളൊക്കെ ഇരിക്കുന്നു. ഞങ്ങൾക്ക് ഈ ഉടുക്ക ഇങ്ങനെ വെച്ചിരിക്കുന്ന ഉടുക്കയാണ്. അത് ക്രിയേഷൻ ഈക്വൽ ടു ബ്രഹ്മ. ഒരു കൈ ഇങ്ങനെ വെച്ചിരിക്കും. അത് അഭയഹസ്തം വിഷ്ണു. അടുത്ത് ഒരു തീച്ചട്ടി കയ്യിൽ വെച്ചിരിക്കും. അത് എന്ത് വെച്ചാൽ ഫയർ ഫോർ ഡെസൊല്യൂഷൻ. അതായത് ശൈവ സിദ്ധാന്തത്തിൽ ഇത് ഡിസ്ട്രക്ഷൻ എന്നുള്ള ഡിസൊല്യൂഷൻ, കാസൽ സ്റ്റേറ്റ് ടു റിസൾട്ടൻ്റ് സ്റ്റേറ്റ് കൊണ്ടുപോകുന്ന ഇതാണ് ഡിസൊല്യൂഷൻ. അടുത്തത് ഒരു കാല് ഊന്നി ഒരു മുയലഹൻ എന്നുള്ള ഒരു അപസ്മാരം എന്നുള്ള അസുരൻ്റെ മേലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ചവിട്ടി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പേര് മഹേശ്വരൻ ആ കാലാണ്. അതായത് കൺസീലിംഗ്, മറയ്ത്തൽ. നിങ്ങൾ പഴയ ജന്മങ്ങളിൽ എന്തായിരുന്നു ഞങ്ങൾക്ക് അറിഞ്ഞൂടെ, ഫ്യൂച്ചറിൽ എന്താണ് ഇരിക്കാൻ പോകുന്നത് അതും അറിഞ്ഞൂടെ. അതിനെ ചെയ്യുന്ന ശിവ എനർജിയാണ് മഹേശ്വര എനർജി. അത് അനാഗത്തിലിരിക്കുന്നത്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ സദാശിവൻ എന്ന് വെച്ചാൽ അനുഗ്രഹമൂർത്തി. അതാണ് നടരാജർ തൂക്കിയ തിരുവടി, ഒരു കാല് തൂക്കി വെച്ചിരിക്കുന്നതിൻ്റെ വെച്ചാൽ അത് അനുഗ്രഹമൂർത്തി സദാശിവൻ. അതാണ് ശിവലിംഗമായിട്ട് വഴിപെടുന്നത്. അത് അരൂപരൂപം. ഈ ബ്രഹ്മ വിഷ്ണു രുദ്രൻ മഹേശ്വരൻ 4 രൂപമൂർത്തം. ഈ സദാശിവൻ അരൂപരൂപം. അതിൻ്റെ ശേഷമുള്ളത് അരൂപം, ബിന്ദുനാഥം, പരബിന്ദു പരനാഥം. ഇതാണ് ചിദംബര രഹസ്യം എന്നുള്ള പേരിൽ ഇത് നടരാജർ വിഗ്രഹത്തിൻ്റെ അടുത്തുള്ളത്. ഇതൊക്കെ ഒരു സയൻസാണ്, പ്രൂവ്ഡ്. ഇത് സൗത്ത് ഇന്ത്യക്കാർ, അത് തമിഴിയൻസ് എങ്ങനെ ഇത് എനർജി ഫോംസ് കണ്ടുപിടിച്ചെന്നുള്ളതിന് സയൻറ്റിസ്റ്റ് അങ്ങനെ അവർ അന്തപ്പെട്ട് നിൽക്കുകയാണ്. അതായത് ഇത് പ്രൂവായി കഴിഞ്ഞു. ഇത് ജനീവയിൽ സയൻറ്റിസ്റ്റ് CERN ആ സയൻസ് സെൻറ്ററിൽ ഗോഡ് പാർട്ടിക്കിൾ അത് റിസർച്ച് ചെയ്തപ്പോൾ അങ്ങനെയാണ് ഈ ഇമേജാണ് വന്നത്. ഈ ഭൂമിക്ക് അടിയിൽ ഒരു 300 മീറ്റേഴ്സ് ലെവലിൽ ഇങ്ങനെ ഒരു പൈപ്പ് പതിച്ച് അതിൽ നിന്ന് പാർട്ടിക്കിൾ
ഹൈഡ്രജൻ കൊലൈഡർ അത് വെച്ച് ഇങ്ങനെ അത് കൊലൈഡായി അങ്ങനെ അടിച്ചടിച്ച് വന്ന് ഒരു സ്ക്രീനിൽ ഡിസ്പ്ലേ ആയി. ആ ഡിസ്പ്ലേ വരുമ്പോൾ ഈ നടരാജർ വിഗ്രഹമാണ് വന്നത്. അപ്പോൾ ഗോഡ് പാർട്ടിക്കുലർ നടരാജർ വന്ന് ഈ ഇങ്ങനെ ഡാൻസ് അതിപ്പോൾ ഉണ്ട്. ആർക്ക് പോയാലും ഞാൻ പോയി കണ്ടു, ആർക്ക് വേണമെങ്കിലും കാണാം. അത് എക്സിബിഷനായിട്ട് അവർ നടത്തുന്നുണ്ട്. ആ ടെസ്റ്റിൽ ആ സ്ക്രീനിൽ വന്ന് നടരാജർ ഫാം വന്ന് ആടുന്നു. ഇപ്പോൾ നമ്മൾ ഏത് രൂപം വന്ന് നടരാജർ ചിദംബരത്ത് വെച്ചിരിക്കുന്നു അത് തന്നെ വന്ന് ആടുന്നു. അത് കുറച്ച് കഴിഞ്ഞിട്ട് അത് കാളി വന്ന് അതിൻ്റെ ആ പ്ലേസിൽ സ്ക്രീനിൽ ആടുന്നു. പിന്നെ വന്ന് 10 ലൈറ്റായിട്ട് മാറി. ഈ ലൈറ്റ് ഫാം എനർജി ഫാംസാണ് ആധാരത്തിൽ പൊരുന്നിയിരിക്കും, മനുഷ്യൻ്റെ ആധാരത്തിൽ പൊരുന്നിയിരിക്കുന്നു. അപ്പോൾ ഈ ശൈവ മാർഗത്തിൽ ശരിയ എന്ന് പറഞ്ഞാൽ ടെമ്പിൾ വർഷിപ്പ്, ക്രിയ എന്ന് പറഞ്ഞ ഹോമം പൂജ ഇതമാതിരിയുള്ള ചെയ്യുന്നത്. യോഗ മാർഗത്തിൽ യോഗയിൽ അവർ വന്ന് ദേഹത്തിൽ ഉള്ളം പെരുങ്കോയിൽ ഊനുടമ്പ് ആലയം എന്ന് പറയും. ദേഹത്തിൻ്റെ അകത്ത് ഇരിക്കുന്ന എനർജിയിൽ ആസ്ട്രൽ ബോഡിയിൽ ആസ്ട്രൽ ഫ്ലവർ എന്ന് പറയും ഈ ആധാരങ്ങളിൽ. അതിൽ ഈ ദൈവിക എനർജിയെ സ്റ്റോർ ചെയ്ത് ഇൻവോക്ക് ചെയ്യുന്നതാണ് ചക്ര ആക്ടിവേഷനിൽ ഒരു അഡ്വാൻസ് ലെവൽ. അതുകൊണ്ടാണ് ചക്ര ആക്ടിവേഷൻ ശിവയോഗത്തിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അതിൽ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് എനർജി, വിഷ്ണു എന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റീവ് എനർജി, അടുത്തത് വന്ന് രുദ്ര എന്ന് വെച്ചാൽ അത് വന്ന് നെഗറ്റീവ് എനർജി ഫീഡിങ് ആൻഡ് ഡെസൊല്യൂഷൻ. അടുത്തത് മഹേശ്വര എന്ന് വെച്ചാൽ കൺസീലിംഗ് എനർജി. അടുത്തത് സദാശിവ റിവീലിംഗ് എനർജി. അതിൻ്റെ മേലെ വന്ന് മുക്തിക്ക് പോകുന്ന സ്റ്റേറ്റസ്. അപ്പോൾ ഈ തത്വങ്ങളൊക്കെ ഇരിക്കുന്ന ഇതിൻ്റെ നടരാജ തത്വം നവന്തരു ഭേദം. ഈ നവന്തരു ഭേദങ്ങളും 9 ആധാരങ്ങളിലായിട്ടിരിക്കുകയാണ്. അതാണ് ഇത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, ആജ്ഞ എന്ന് പറയുന്നത് 6 ആധാരം. ഈ 6 ആധാരം ഉണർന്ന ശേഷമാണ് സഹസ്രാരം, ഗുരുമണ്ഡലം, നിരാധാരം, അതിൻ്റെ മേലെ പരമാണുണ്ട്, ഇതൊക്കെ ആണാവുന്നത്. അതുകൊണ്ടാണ് ഈ സാധാരണ യോഗയിൽ 6 ഷഡാധാരം മാത്രമേ പറയുന്നുണ്ട്. ഈ ശിവയോഗയിലാണ് ഇതിൻ്റെ കൂടുതലായിട്ട് ഉള്ള ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഈ എനർജിയെ നമ്മൾ ഉണർത്തുന്നത് തിയറി എന്ന് പറഞ്ഞാൽ ബുക്ക് വാങ്ങിച്ച് പഠിക്കാം. നിങ്ങൾക്ക് ശരിയ ടെമ്പിൾ വർഷ ചിദംബരത്തിൽ പോയി ക്ഷേത്രത്തിൽ വഴിപെടാം. അത് പൂജകൾ വീട്ടിൽ ചെയ്യാം. വീട്ടിൽ ചെയ്തതിലുള്ള ശരമാൻ പെരുമാൾ പിന്നെ ഈ നടരാജർ വിഗ്രഹം വെച്ച് പൂജ ചെയ്ത് അനുഗ്രഹം കിട്ടിയ ഒരു രാജാവാണ്. അതിൻ്റെ ശേഷം ശിവയോഗം നമ്മുടെ ദേഹത്തിൽ, അതായത് ഫ്ലഷ് ആൻഡ് ലൈഫ് ഫോഴ്സ് ജീവനിലും ആ എനർജിയെ നിലനിർത്തണം. അത് നിലനിർത്തുന്ന ആധാരങ്ങളിലാണ് നിലനിർത്തുന്നത്. ആധാരങ്ങൾ നിലനിർത്തുന്നതാണ് ശിവയോഗം. ഇതിനെ ഉണർത്താനുള്ള മന്ത്രങ്ങളും മുദ്രകളും അതിനുള്ള ബീജമന്ത്രങ്ങളും ചെയ്താൽ എനർജി ഫീലാകും. അതുവഴിയായിട്ട് ഒരു എലിവേഷൻ കിട്ടും, സ്റ്റേജ് ബൈ സ്റ്റേജ്. അതിൽ കൂടെ മുക്തി നേടാൻ പറ്റും. അതാണ് ചക്ര ആക്ടിവേഷൻ്റെ ഒരു ഫൈനലായിട്ടുള്ള സ്റ്റേജ്. ഈ എനർജി ഫുള്ളാകുമ്പോൾ തന്നെ അവർ ഹീലിംഗ് പവർ ഇൻക്രീസ് ആകും. അവരാണ് മർമാണി, അല്ലെങ്കിൽ ഇപ്പോൾ ഗുരുക്കൾ എന്ന് പറയുന്നത് അവർ ഫൈറ്റിംഗ് മർമാണി എന്നും മർമ്മ ആശ എന്നും മർമ്മ ഗുരുജി ആവുന്നത്. ഈ എനർജി ഫാംസ് സക്സസ്ഫുൾ അവരുടെ ദേഹത്തിൽ നിലനിർത്തണം. അതൊക്കെ ചക്ര ആക്ടിവേഷൻ വഴി തന്നെ പറ്റും. ഇതൊക്കെ ഹൈ ലെവൽ ചക്ര ആക്ടിവേഷനാണ്. അതിൽ സ്പിരിച്വൽ എനർജൈസേഷൻ അതിലുണ്ടാകും. ഇതൊക്കെ ക്ലാസ്സിൽ വെച്ചിട്ട് തന്നെ ഈ റിസൾട്ട് വരും. ഓൺലൈൻ ക്ലാസ് ഞാൻ നടത്തുന്നുള്ളത് ഉണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.